ഫ്രണ്ട്സ്, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്. നമ്മുടെ കേരളത്തിൽ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാന്നുള്ളതും ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലേക്കും അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിലേക്കൊക്കെ ഒട്ടനവധി വേക്കൻസി കേരളത്തിലുണ്ട്. അതുമാത്രമല്ല, വിവിധ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വിവിധ മിനിസ്ട്രീസിലേക്കൊക്കെ അത്യാവശ്യം വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്കെന്താണ്, കേരളത്തിലും അത്യാവശ്യം വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മലയാളത്തിൽ ഇതിന് എക്സാമിനേഷൻ എഴുതാന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എങ്ങനെ അപേക്ഷ നൽകണം, എങ്ങനെയാണ് ഇതിലേക്കുള്ള എക്സാം, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, ഇതിൻ്റെ മറ്റു എത്രത്തോളമാണ് ഇതിൻ്റെ വേക്കൻസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ ഹവിൽദാർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. ഹവിൽദാർ CBIസിലേക്കും CBNിലേക്കുമാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ CBN എന്ന് പറയുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, CBIC എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, ഇങ്ങനെ 2 കാറ്റഗറിയിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പം അതിൽ കൂടാതെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന MTS എന്ന് പറയുന്ന കാറ്റഗറിയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മുടെ SSC ആണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. കൂടെ കാണാൻ പറ്റും, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടെ കാണാം. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് നോൺ ടെക്നിക്കലാണ്. അത് പേ ലെവൽ 1 ആണ് വരുന്നത്. ഗ്രൂപ്പ് C പോസ്റ്റാണ്. ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ മിനിസ്ട്രീസിലേക്കും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഓഫീസുകളിലേക്കൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റും ഈ പറയുന്ന പേ ലെവൽ 1 ആണ്. ഗ്രൂപ്പ് C പോസ്റ്റാണ്. ഇത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിലേക്കും സെൻട്രൽ ബോർഡ് ഓഫ് നാർക്കോട്ടിക്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 കാറ്റഗറി, നമുക്ക് 2 കാറ്റഗറി ആയിട്ട് എടുക്കുക. ഒന്ന് MTS ആയിട്ട് ഒരു കാറ്റഗറി, അതുപോലെ തന്നെ ഹവിൽദാർ ഒരു കാറ്റഗറി, ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റിനെ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 26 മുതൽ നിങ്ങൾക്ക് ജൂലൈ 24 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ പറഞ്ഞു 24 ജൂലൈ ആണ്. ഓൺലൈൻ അപേക്ഷ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപേക്ഷ ഫീ അടയ്ക്കണം. അപ്പോൾ ഫീ അടയ്ക്കേണ്ട അവസാന തീയതി മാക്സിമം 25/7/2025 വരെ ടൈമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ നിങ്ങൾക്കത് തിരുത്താനുള്ളൊരു ഡേറ്റ് SSC തരുന്നുണ്ട്. 29/7/2025 മുതൽ നിങ്ങൾക്ക് 31/7 ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഓരോ തിരുത്തലിനും നിശ്ചിതമായുള്ള എമൗണ്ട് ഫീ ആയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം തെറ്റുകളില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫൈനായിട്ട് കൊടുക്കണം. തെറ്റുകളില്ലാതെ നിങ്ങൾ അപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപ്പോൾ തെറ്റുകളില്ലാതെ എങ്ങനെ അപേക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഹെൽപ്പായിരിക്കും. ഇനി ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. 20 സെപ്റ്റംബർ ടു 24 ഒക്ടോബർ 2025. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ പ്രോഡക്ട്സ് എന്നുള്ളതിൽ ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന ബുക്കുകൾ ഞാൻ ലിസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ നോക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഒഴിവുകളാണ്, വേക്കൻസീസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം MTSൻ്റെ വേക്കൻസി കംപ്ലീറ്റ് അവർ ഇവിടെ കൊടുത്തിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഹവിൽദാറിൻ്റെ വേക്കൻസി 1075 വേക്കൻസിയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2024 MTSൻ്റെ വേക്കൻസി 11,000ൻ്റെ മുകളിലൂടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. MTSൻ്റെ വേക്കൻസി 11,000 അല്ല, 8,000 ടോട്ടൽ. ഓക്കെ, 8,000ന് മുകളിൽ വേക്കൻസി. അതുപോലെ തന്നെ ഹവിൽദാർ വരെ തന്നെ 3,439 പറഞ്ഞിട്ട് അങ്ങനെ ടോട്ടൽ ഒരുപാട് 11,000ന് മുകളിലൊക്കെ വേക്കൻസി കഴിഞ്ഞ 2024 വേക്കൻസിയാണത്. അപ്പോൾ വേക്കൻസിയൊക്കെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വേക്കൻസി MTS ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം, ഓൾ ഇന്ത്യ ലെവലിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വിവിധ മിനിസ്ട്രീസിലേക്കും വിവിധ ഓഫീസുകളിലേക്കുള്ള നിയമനമാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അതുപോലെ തന്നെ ഹവിൽദാറിൻ്റെ വേക്കൻസിയും എന്താണ്, അതും വാരി ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിശ്ചിത വേക്കൻസികളൊക്കെ കേരളത്തിലും ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ഇതിൻ്റെ ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൽ ഏതൊക്കെ കാറ്റഗറിക്ക് സ്യൂട്ടബിൾ ആണ്, അതുപോലെ ഹവിൽദാറിൽ ഏതൊക്കെ കാറ്റഗറിക്ക് സ്യൂട്ടബിൾ ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം ഏജ് ലിമിറ്റാണ്. നമ്മൾ എലിജിബിൾ ആണോ എന്നുള്ളത് 1/8/2025 ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 രീതിയിൽ ഏജ് ലിമിറ്റ് കാണാൻ പറ്റും, 18-25, 18-27. അപ്പോൾ നിങ്ങൾക്ക് ഈ ഏജിൻ്റെ ഇടയിലാണോ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. 18-27 നമുക്ക് മിനിമം 18 മാക്സിമം 27 എന്നുള്ളത് എടുക്കാം. അപ്പോൾ ഈ 1/8/2025 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് മിനിമം 18 പൂർത്തിയായിരിക്കണം, 27 കഴിയാനും പാടില്ല. ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 18-25 ഏത് പോസ്റ്റിലേക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചില ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 18-25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അതുപോലെ തന്നെ ചില MTSൻ്റെ തന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്
18 to 27. അപ്പോൾ ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് 18 to 27 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ MTSൻ്റെ ചില ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വേക്കൻസി ആണെങ്കിൽ 18 to 27 പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ MTSലേക്കും ഹവിൽദാറിലേക്കും നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണോ അല്ലെങ്കിൽ സിംഗിൾ അപ്ലിക്കേഷൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾ മാക്സിമം മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക. നമ്മൾ പ്രിഫറൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് 18 to 27 ഇടയിലുള്ള ആളുകളാണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് MTSയിലേക്കും അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന ഹവിൽദാറിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടിലും നിങ്ങൾക്ക് എലിജിബിൾ ആണ്. ഇനി അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇപ്പോൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBCക്ക് 3 വർഷം. PWയിൽ തന്നെ ജനറൽ OBC അങ്ങനെ കാറ്റഗറി ഉണ്ട്, അവർക്ക് 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ്റെ. എക്സ് സർവീസ്മാനും അതുപോലെ വിഡോസ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വനിതകൾക്കും നിലവിൽ സെൻട്രൽ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ എന്താണ് നിശ്ചയമായ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. നമ്മൾ ഓൾറെഡി വീഡിയോയിൽ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് മതി. 10ാം ക്ലാസ് മാത്രം പാസ്സായാൽ മതി, SSLC. ഓക്കെ, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ SSLC പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, യാതൊരുവിധ മറ്റു എന്താണ് എക്സ്ട്രാ ഹയർ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ മറ്റൊന്നും വേണ്ട. 10ാം ക്ലാസ് 10th മാത്രം മതി നിങ്ങൾക്ക് ഈ പറയുന്ന നല്ല പോസ്റ്റിലേക്ക് എത്താനുള്ള പ്രൊമോഷൻ സാധ്യതയൊക്കെ ഉള്ള പോസ്റ്റാണ്. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ OTR ചെയ്യണം. അതായത് SSCയുടെ വെബ്സൈറ്റിൽ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ഈ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒന്ന് ബ്രീഫായിട്ട് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ അതിനെ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഇടയിൽ അത് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് പറയാം. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഞാൻ ഈ വെബ്സൈറ്റിൽ പോയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതിന് മുൻപ് നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ പണ്ടൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു സ്കാൻഡ് ഫോട്ടോഗ്രാഫ് നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അതായത് നമ്മളെ കയ്യിലുള്ള പ്രീ എക്സിസ്റ്റിംഗ് ആയുള്ള ഫോട്ടോ നമ്മൾ എന്താണ് ഡിവൈസ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യലാണ്. പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. SSCയുടെ പുതിയ വെബ്സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഓൾറെഡി എടുത്തു വെച്ച ഫോട്ടോ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഫോട്ടോഗ്രാഫ് ആവശ്യമില്ല. നമ്മൾ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ആ ലൈവായിട്ടുള്ള ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലൈറ്റൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുക. പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആകാൻ ശ്രദ്ധിക്കുക, വേറെ വസ്തുക്കളൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകരുത്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫ് എടുക്കുക. പിന്നെ ഈ പറയുന്ന നമ്മുടെ ക്യാമറൻ്റെ ആ ഒരു ഇതിൽ കറക്റ്റായിട്ട് നമ്മുടെ ഫേസ് വെക്കേണ്ട കറക്റ്റായിട്ടൊരു ഏരിയ കാണിക്കും. അതിൽ നമ്മൾ ഫേസ് കറക്റ്റായിട്ട് വെക്കുക. അത് ഭയങ്കരമായിട്ട് ക്ലോസ് ആകാനും പാടില്ല, ജസ്റ്റ് ഫാർ ആകാനും പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അതോടൊപ്പം തന്നെ സിഗ്നേച്ചർ ഇതിലേക്ക് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം കേട്ടോ. അത് പണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ JPG ഫോർമാറ്റിൽ 10 to 20 GB ഫയൽ സൈസിൻ്റെ ഉള്ളിൽ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലൈവ് ഫോട്ടോഗ്രാഫ് നമുക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതുപോലെ SSCയുടെ മൊബൈൽ ആപ്പ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി ത്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വെബ് ക്യാം അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട് ക്യാം യൂസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനം ഒന്ന് കാണിക്കാം. ഇനി ഇതിൽ നിങ്ങൾ സ്കാൻ ചെയ്ത് ഈ പറയുന്ന JPG ഫോർമാറ്റിലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ സിഗ്നേച്ചറും ഈ പറയുന്ന നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്ലാരിറ്റിയൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ഇൻ കേസ് നിങ്ങളെ ക്ലാരിറ്റിയിലും ഈ പറയുന്ന സിഗ്നേച്ചറിലും അതുപോലെ ഫോട്ടോഗ്രാഫിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ നിങ്ങൾ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ആ കാരണം കൊണ്ട് റിജക്റ്റ് ആവില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി അവർ തരുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫോട്ടോയും സിഗ്നേച്ചറൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ എന്താണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി ഇവിടെ അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. അത് SC/ST കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല, അതുപോലെ PWDക്ക് ഫീ ഇല്ല, അതുപോലെ എക്സ് സർവീസ്മെന് ഫീ ഇല്ല. അതുപോലെ നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്കൊന്നും യാതൊരുവിധ ഫീസും ഇല്ല. ഓക്കെ, അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് ഫീ ഇല്ല. ഇനി നമ്മൾ പറഞ്ഞു 29/7/2025 മുതൽ 31/7/2025 വരെ ഈ നിങ്ങൾ അപേക്ഷ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നിശ്ചിത ഡേറ്റിൻ്റെ ഉള്ളിൽ അപേക്ഷ സബ്മിറ്റ് ചെയ്യുമല്ലോ. സബ്മിറ്റ് നിങ്ങൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു, അതൊന്നും പാട് തിരുത്തണം എന്നുണ്ടെങ്കിൽ അത് SSC നമുക്ക് തന്നിരിക്കുന്ന ടൈമാണ് 29/7/2025 മുതൽ 31/7 കേട്ടോ. ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അപേക്ഷ തിരുത്താൻ പറ്റും. ആദ്യ തവണ തിരുത്തുന്നതിന് 200 രൂപ നിങ്ങൾ ഫൈനായിട്ട് കൊടുക്കണം. അതുപോലെ രണ്ടാമതായിട്ട് തിരുത്തുന്നതിന് നിങ്ങൾ 500 രൂപ എന്ത് ചെയ്യണം, നിങ്ങൾ പേ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ തെറ്റുകളൊന്നും ഇല്ലാതെ മാക്സിമം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാം. ഇനി എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കേരളത്തിലൊക്കെ ഒട്ടനവധി സെൻറ്റർ ഉണ്ട്. ഇപ്പോൾ കേരള, കർണാടക, KK റീജിയനാണ്. ലക്ഷദ്വീപ് അതിൽ വരും. അപ്പോൾ ലക്ഷദ്വീപ് ആണെങ്കിൽ കവരത്തിയിൽ തന്നെയാണ് എക്സാം സെൻറ്റർ ഉള്ളത്. മറ്റത് കേരളത്തിലാണെങ്കിൽ എറണാകുളം നിങ്ങൾക്ക് കൂടെ കാണാം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ
ഓക്കെ, ഇവിടെയൊക്കെയാണ് എക്സാം സെൻറ്റർ ഉള്ളത് കേട്ടോ. പിന്നെ തമിഴ്നാടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കർണാടക, ഓക്കെ, അങ്ങനെയുള്ള ഓരോരോ ഏത് സ്റ്റേറ്റിലാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന എക്സാം സെൻറ്റർ ഉണ്ട്. ദെൻ സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. സ്കീം ഓഫ് എക്സാമിനേഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും, പ്ലസ് നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ, യാതൊരുവിധ ഫിസിക്കൽ ടെസ്റ്റോ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റോ ഒന്നുമില്ല. എന്നാൽ നിങ്ങൾ ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും, പ്ലസ് അതിൻ്റെ കൂടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്താണ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് ഇനി കൺഫ്യൂഷൻ അടിക്കരുത്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മാത്രമേ എവിടെയുള്ളൂ, MTSനുള്ളൂ. എന്നാൽ ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും പാടെ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്, ഹിന്ദി, ഇതൊക്കെ അവൈലബിൾ ആണ്. നമുക്കിത് മലയാളം ഇവിടെ കാണാം. നിങ്ങൾക്ക് 13 റീജിയണൽ ലാംഗ്വേജിലും എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് വലിയൊരു കാര്യമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, കേരളത്തിലുള്ളവരെ. ഇനി ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൂടെ കാണാം. 2 സെഷനായിട്ടാണ് വരുന്നത്, സെഷൻ 1, സെഷൻ 2. ഓക്കെ, സെഷൻ 1 ന്യൂമറിക്കൽ ആൻഡ് മെൻ്റൽ എബിലിറ്റി 20 ക്വസ്റ്റ്യൻ 60 മാർക്ക്, റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ് 20 ക്വസ്റ്റ്യൻ 60 മാർക്ക്. ഇതിന് 45 മിനിറ്റാണ് ടൈം ഉണ്ടായിരിക്കുക. സെഷൻ 2 ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ 75 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കംപ്രൻഷൻ 25 ക്വസ്റ്റ്യൻ 75 മാർക്ക്. ഇങ്ങനെയാണ് അതിൻ്റെ സ്കീം വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ 2 സെഷനും സെയിം ഡേ ആണ് നടക്കുക കേട്ടോ, ഡിഫറൻറ്റ് ഡേ ഒന്നല്ല. അപ്പോൾ നമ്മൾ 3 മാർക്കിനനുസരിച്ചിട്ട് ഡിഫറൻറ്റ് ഡേ ഒന്നല്ല, സെയിം ഡേ ആയിട്ടാണ് നടക്കുക. സെഷൻ 1ഉം സെഷൻ 2ഉം സെയിം ഡേ നടക്കുക. അതായത് ഈ രണ്ടും സെഷൻ 1ഉം സെഷൻ 2ഉം ഒരേ ദിവസം തന്നെയാണ് എക്സാം നടക്കുക, കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. അതായത് സെഷൻ 1 45 മിനിറ്റ്സ് ആണ്. അത് 45 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് ക്ലോസ് ആവും. ഉടനെ തന്നെ എന്ത് ചെയ്യും, സെഷൻ 2 തുടങ്ങും. സെഷൻ 1 ക്ലോസ് ആയാൽ സെഷൻ 2 തുടങ്ങും. സെഷൻ 2 അങ്ങനെ 45 മിനിറ്റ്സ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, സെഷൻ 2ഉം എക്സാമിനേഷൻ എൻഡ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ സെഷൻ 1 നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കില്ല. എന്നാൽ സെഷൻ 2 എന്തുണ്ട്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നെഗറ്റീവ് റോങ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കുന്നതാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന MTS ആണെങ്കിലും ഹവിൽദാർ ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കോമൺ ആണ് ഉണ്ടായിരിക്കുക. പക്ഷേ ഹവിൽദാറിന് എക്സ്ട്രാ എന്തുണ്ടായിരിക്കും, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇനി സിലബസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിലബസിനായിട്ട് വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെ സിലബസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് കേട്ടോ. MTS മാത്രം എന്താണ് അപ്ലൈ ചെയ്യുന്നവർ ഈ കാര്യങ്ങൾ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹവിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പറഞ്ഞാൽ വാക്കിംഗ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1600 മീറ്റർ 15 മിനിറ്റ് നടക്കാനുണ്ടായിരിക്കും. ആ ഒരു നമ്മൾ ടൈം കൊണ്ട് നടന്നെത്തണം. 1600 മീറ്റേഴ്സ് ആണ്. ഫീമെയിൽ ആണെങ്കിൽ 1 കിലോമീറ്റർ 20 മിനിറ്റ് ടൈം ഡ്യൂറേഷൻ കൊണ്ട് നടന്നെത്തണം എന്നുള്ളതാണ്. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് ഈ പറയുന്ന മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മിനിമം ഹൈറ്റ് 157.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. എന്നാൽ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ നോർമലിൽ, എക്സ്പാൻഷനിൽ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ് ഹവിൽദാറിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഹൈറ്റ് വേണം, 152 സെൻറ്റിമീറ്റർ മിനിമം വേണം. എന്നാൽ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 2.5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് 48 കിലോഗ്രാംസ് വേണം. 2 കിലോഗ്രാംസ് അവർക്ക് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് ST ആണെങ്കിൽ. ഇവർക്ക് ചെസ്റ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ബാധകമല്ല കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹവിൽദാറിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിൾ ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പറയുന്ന 2 കാറ്റഗറി പോസ്റ്റ് നമ്മൾ പറഞ്ഞു, ഹവിൽദാർ പറഞ്ഞു, അതുപോലെ MTS പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് പല ഏരിയകളായിട്ടൊക്കെയാണ് വേക്കൻസികൾ വന്ന് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടേക്കാണോ കൊടുക്കാൻ താല്പര്യം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ചോയ്സാണ്. ആ ചോയ്സ് നമ്മൾ കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലേ നമ്മളതിൽ പരിഗണിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കൊടുക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ താല്പര്യം ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രിഫറൻസ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേക്കൻസി ഒക്കെ നോക്കിയിട്ട് അനുസരിച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഈ പ്രിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഒരു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് 6
പ്രിഫറൻസ് ആണ് കൊടുക്കുന്നത് വിചാരിക്കുക. ഒരു 6 പ്രിഫറൻസ് ആണ് കൊടുക്കുന്നത്. അത് ഒന്ന് കൊടുക്കുന്നത് MTS ഡൽഹി, പിന്നെ ഹവിൽദാർ CGST, അതുപോലെ MTS രാജസ്ഥാൻ, പിന്നെ ഹവിൽദാർ CGST ജയ്പൂർ, അതുപോലെ ഹവിൽദാർ ഡയറക്ടറേറ്റ് CBN, അതുപോലെ MTS അതേഴ്സ്. ഇങ്ങനെ 6 എണ്ണമാണ് ആ ഉദ്യോഗാർത്ഥി കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് നമ്മുടെ ഈ പറയുന്ന ഏത് ഏരിയ ആണോ കൊടുക്കുന്നത് അതിന് നമുക്കൊരു കോഡ് ഉള്ളൊരു ടേബിൾ ഞാൻ കാണിക്കാം. ആ കോഡിനനുസരിച്ച് ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥി കൊടുത്തിരിക്കുന്നത് MTS ഡൽഹിയാണ്. അപ്പോൾ MTS ഡൽഹിയുടെ കോഡ് വരുന്നത് 20 പിന്നെ അത് കഴിഞ്ഞിട്ട് ഹവിൽദാർ CGST ആണ്, അതിൻ്റെ 18. ഇങ്ങനെ ഓർഡറിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒരു ബോക്സ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ ബോക്സിൽ നമ്മൾ ആദ്യം വേണ്ടത് ഇപ്പോൾ 20 എനിക്ക് ആദ്യം വേണ്ടത്, പിന്നെ രണ്ടാമത് വേണ്ടത് 18, ഇനി അടുത്ത് വേണ്ടത് 21. അങ്ങനെ നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് നമ്മൾ എന്താണ് എത്ര എണ്ണാണോ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടത് അത്രയും നിങ്ങൾക്ക് കൊടുക്കാം. അത് നമുക്ക് ലിമിറ്റഡ് അല്ല, നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഈ പറയുന്ന എല്ലാ വേക്കൻസിയിലേക്കും നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് വരെയാണോ കൊടുക്കുന്നത് ആ വരെയുള്ള വേക്കൻസി മാത്രമേ നമ്മളെ കൺസിഡർ ചെയ്യുള്ളൂ. നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു റീജിയനൊന്നും നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിലേക്കൊന്നും നിങ്ങളെ പരിഗണിക്കപ്പെടില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് വേണ്ടത്. കാരണം നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാവുന്നതാണ്, ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ കിട്ടാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് എല്ലാത്തിലേക്കും നമ്മളെ പരിഗണിക്കണമെങ്കിൽ നമുക്ക് മറ്റേത് നമ്മൾ കൊടുത്ത പ്രിഫറൻസ് കിട്ടിയില്ലെങ്കിൽ ബാക്കി നമുക്ക് കിട്ടണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഈ +1 അഡ്മിഷൻ സിംഗിൾ വിൻഡോ ഒക്കെ ഇല്ല, അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ആദ്യം ആകെ ഒരു 5 സ്കൂളാണ് കൊടുത്തെങ്കിൽ നിങ്ങൾ ആ 5 സ്കൂളിലേക്കേ പരിഗണിക്കുകയുള്ളൂ, ബാക്കി അതിൻ്റെ പുറത്തുള്ള സ്കൂളിലേക്ക് നിങ്ങൾ പരിഗണിക്കില്ല. അപ്പോൾ എത്രയാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ചാൻസ് കൂടി വരികയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ പ്രിഫറൻസ് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അത് നമുക്ക് ജോലി സാധ്യതയൊക്കെ വളരെ കൂട്ടിത്തരുന്നൊരു സംഭവം തന്നെയാണ്, നിങ്ങൾ മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നിങ്ങൾക്കിപ്പോൾ ഇൻ കേസ് എന്താണ് വില്ലിങ് അല്ല, നിങ്ങളൊരു 6 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് വിചാരിക്കുക. ഓക്കെ, ഇതേമാതിരി ഒരു കോളംസ് ഉണ്ടാകുക. ഓക്കെ, അതിൽ നമ്മൾ ഇങ്ങനെ നമ്പർ ഇട്ട് കൊടുത്തു വിചാരിക്കുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കോളംസ് ബാക്കിയായിട്ട് കിടക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇനി കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെറ്റർ ഉണ്ടല്ലോ, ഇതാ ജസ്റ്റ് ക്രോസ് മാർക്ക് അല്ലെങ്കിൽ X ജസ്റ്റ് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് X നമ്മൾ ഉണ്ടാവും, ജസ്റ്റ് X ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതൊക്കെ അതേ ഓട്ടോമാറ്റിക് ആയത് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഫില്ലായി കിടക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് നോ ചോയ്സ് എന്നുള്ള ഓപ്ഷനിൽ നമ്മളത് ഉപയോഗിച്ചിട്ടില്ല, നമുക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് അത് മീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുത്ത 6 മാത്രമേ അവർ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ 1 വേണമെങ്കിൽ കൊടുക്കാം, ബാക്കിയൊക്കെ X ഇട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങളെ പരിഗണിക്കില്ല. നിങ്ങൾ ഏതാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. നിങ്ങൾ ആ കോഡ് അനുസരിച്ച് അങ്ങനെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ആ കോഡൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ പ്രിഫറൻസ് കൊടുത്ത പോസ്റ്റിലേക്ക് മാത്രമേ ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി എന്താണ് എല്ലാ പോസ്റ്റിലേക്കും എന്താണ് കൊടുത്തു, പ്രിഫറൻസ് അടിസ്ഥാനത്തിലായിട്ട് കൊടുത്തു. അപ്പോൾ അവരെന്ത് ചെയ്യും, എല്ലാ പോസ്റ്റിലേക്കും അവരെ പരിഗണിക്കും. ഓക്കെ, അപ്പോൾ അതാണ് സാധ്യത എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അടുത്തത് പിന്നെ അതർ MTS എന്ന് പറഞ്ഞിട്ട് ഒരു MTS അതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ MTS അതേഴ്സ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമുക്കിവിടെ ഓരോ ഏരിയ പറഞ്ഞു, ഇപ്പോൾ MTS രാജസ്ഥാൻ, അതുപോലെ ഹവിൽദാർ, അങ്ങനെ അതുപോലെ MTS ഡൽഹി, അങ്ങനെ ഓരോന്ന് പറഞ്ഞു. അപ്പോൾ ഈ MTS ഡൽഹി, MTS രാജസ്ഥാൻ, ഇങ്ങനെ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനിലൊന്നും ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഇതിലൊന്നും ഉൾപ്പെടാത്ത മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാറ്റഗറി ഉൾപ്പെടുന്നതാണ് ഈ MTS അതേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു 7 വേക്കൻസി നിങ്ങൾ ഓപ്റ്റ് ചെയ്തു, ബാക്കി MTS അതേഴ്സ് കൊടുത്താൽ ബാക്കി എല്ലാത്തിലേക്കും നിങ്ങളെ പരിഗണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തൊരു കാറ്റഗറി എന്നുള്ള രീതിയിലാണ് MTS അതേഴ്സ് എന്നുള്ള വരിക. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഡൽഹി അല്ലെങ്കിൽ ഈ പറയുന്ന രാജസ്ഥാൻ ഇതൊന്നും ഉൾപ്പെടാത്ത മറ്റേതെങ്കിലും വരുന്ന രീതിയിലാണ് വേക്കൻസീസിനെയാണ് MTS അതേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ 3-4 കൊടുത്ത് ബാക്കി MTS അതേഴ്സിന് കൊടുത്താൽ നമുക്ക് എല്ലാത്തിലെയും പരിഗണിക്കുന്നു വിചാരിക്കരുത്. അപ്പോൾ ഇതൊന്നും ഉൾപ്പെടാത്ത ബാക്കി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് ഞാൻ പറഞ്ഞു കോഡ്, നമുക്ക് കോഡ് അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പം കാണാൻ നിങ്ങൾക്ക് ഹവിൽദാർ, CGST, ചണ്ഡീഗഡ്, അതുപോലെ ഓരോന്നും കാണാം, ഹരിയാന, ഇതിനൊക്കെ ഓരോ കോഡ് ഇവിടെ കാണാം. ഈ കോഡാണ് നമ്മൾ പ്രിഫറൻസ് അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സദേൺ റീജിയൻ ആദ്യം കൊടുക്കണമെങ്കിൽ അവിടെ താഴോട്ട് വരിക, SR നോക്കിയാൽ മതി കേട്ടോ, സദേൺ റീജിയൻ. ഓക്കെ, പിന്നെ KK റീജിയൻ ആണെങ്കിൽ നമ്മുടെ കേരള കർണാടക റീജിയൻ. അപ്പോൾ കേരള കർണാടക റീജിയൻ ഇപ്പോൾ MTS കേരള ആണെങ്കിൽ 68 കോഡ് വരിക. അപ്പോൾ നിങ്ങൾക്ക് 68 ആദ്യം അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കർണാടക ആണെങ്കിൽ നിങ്ങൾക്ക് 67 കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഹവിൽദാർ CGST തിരുവനന്തപുരം കൊച്ചിൻ ആണെങ്കിൽ 66 കോഡ് വരിക. പിന്നെ ഹവിൽദാർ നിങ്ങൾക്ക് കസ്റ്റംസ് വേണമെങ്കിൽ 65 കോഡ് വരിക. ഓക്കെ, അപ്പോൾ ഈ കോഡ് നിങ്ങൾക്ക് ഇതെന്ന് ഈ ഒരു ടാബിൾ പേജ് നമ്പർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് തരാം. ഇതിൻ്റെ പേജ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 84 മുതലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോഡ് ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഓർഡർ അടിസ്ഥാനത്തിൽ കേട്ടോ. അപ്പോൾ അതാണ് കോഡ്, ഈ കോളത്തിലാണ് പോസ്റ്റ് കോഡ് വരുന്നത് കേട്ടോ. ഓക്കെ,
ഇനി നമ്മൾ വേക്കൻസി ഈ പറയുന്ന എന്താണ് ഹവിൽദാറിൻ്റെ വേക്കൻസി ഇതിൽ കൊടുത്തിട്ടുണ്ട്. മറ്റേത് നമ്മൾ MTSൻ്റെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. ഞാൻ പറയില്ല, കഴിഞ്ഞ വർഷം തന്നെ 11,000 മുകളിൽ വേക്കൻസി ടോട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഹവിൽദാറിൻ്റെത് 1025 വേക്കൻസി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം CGST തിരുവനന്തപുരം വേക്കൻസി എന്ന് പറയുന്നത് ഒരു വേക്കൻസിയാണ്. അത് ഒരു വേക്കൻസി എന്ന് പറയുന്നത് റിസർവ്ഡ് വേക്കൻസിയാണ് കേട്ടോ. അത് ആർക്കാ റിസർവ്ഡ് നോക്കട്ടെ. ഇവിടെ കാണാം നിങ്ങൾക്ക് OBCക്ക് റിസർവ്ഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ കാണാം കസ്റ്റംസിൽ നമ്മുടെ തിരുവനന്തപുരം ഇവിടെ കാണാം. 2 ഹവിൽദാറിൻ്റെ ആണ് കേട്ടോ. MTSൻ്റെ ഒന്നല്ല കേട്ടോ. MTSൻ്റെ വേറെ തന്നെ അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ടാകും. അത് അവർ വേക്കൻസി എന്താ കംപ്ലീറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ പറയുന്ന കസ്റ്റംസിലേക്കാണെങ്കിൽ 12 വേക്കൻസി ടോട്ടൽ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ കൊടുത്താൽ മതി. 1025 വേക്കൻസി ടോട്ടൽ ഉള്ളത്. ഇത് ഹവിൽദാറിൻ്റെത് മാത്രമാണ്. MTSൻ്റെ വേക്കൻസി ഇതിൽ ഇൻക്ലൂഡ് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. MTSൻ്റെ വേക്കൻസി കംപ്ലീറ്റ് ആയിട്ട് ലിസ്റ്റ് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഹവിൽദാറിൻ്റെ മാത്രമാണ് ഈ 1025. അപ്പോൾ MTSൻ്റെ വേക്കൻസി ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം 8,000 മുകളിൽ വേക്കൻസി കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല വേക്കൻസിയൊക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ നോക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ. ഇനി നമ്മൾ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് പ്രോപ്പറായ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും. നിങ്ങൾക്ക് ഇവിടെ കാണാം GOCL ജോലിയിലേക്കാണ് വരിക. ഇവിടെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ കേരള ജോബ്സ് കാണാം, SSC MTS ഹവിൽദാർ എന്നിട്ട് കാണാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലെങ്കിൽ നമ്മൾ കൂടുതൽ പോസ്റ്റൊക്കെ ആഡ് ചെയ്യുമ്പോൾ താഴെ പോകും. റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ബാർ ഉണ്ട്, സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ SSC MTS ഹവിൽദാർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനോടെ പോസ്റ്റ് ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക, ടെലഗ്രാം വാട്സപ്പ് ചാനലൊക്കെ ഉണ്ട്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇതിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ലോഗിൻ ഓർ രജിസ്റ്റർ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം അതെല്ലാം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ നിങ്ങളെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പാസ്വേഡ് ക്രിയേഷൻ, അതുപോലെ അഡീഷണൽ ഡീറ്റെയിൽസ്, ഡിക്ലറേഷൻ ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇതിൽ OTR എന്നാണ്, 1 ടൈം രജിസ്ട്രേഷൻ ആണ് പറയാം. അപ്പോൾ ഒരു തവണ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. PSC ഒക്കെ പോലെ ഒറ്റ തവണ രജിസ്റ്റർ ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പം SSC പുതിയൊരു ആപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. SSC ആപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓപ്പണായി കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൈ SSC എന്നാണ് എൻ്റെ പേര് കേട്ടോ. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. 5 മില്യൺ പ്ലസ് ഡൗൺലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈസി ആയിട്ട് എന്താണ് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആപ്പും പാടെ ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾക്ക് ആധാർ ഓതൻറ്റിക്കേഷൻ നടത്തണമെങ്കിൽ കേട്ടോ. ഇതും പാടെ ജസ്റ്റ് ഇതിൽ ലിങ്ക് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് കാണാം. നിങ്ങൾക്ക് ആധാർ ഫേസ് RD എന്ന് പറയും കേട്ടോ. ഇതും പാടെ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആധാർ ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആധാർ ഓതൻറ്റിക്കേഷൻ ചെയ്താലുള്ള ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഇപ്പോൾ ഇൻ കേസ് സിഗ്നേച്ചറോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആധാർ ഓതൻറ്റിക്കേറ്റഡ് OTR ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അത് ആ കാരണം കൊണ്ട് റിജക്റ്റ് ആവില്ല എന്നുള്ളതാണ് SSC പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു എന്താണ് നിങ്ങളെല്ലാവരും ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് പിന്നീട് എക്സാമിനേഷന് പോകുന്ന സമയത്താണെങ്കിലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ പോകുന്ന സമയത്താണെങ്കിലും സ്മൂത്ത് എൻട്രി കിട്ടും. നമ്മളെ പെട്ടെന്ന് വെരിഫൈ ചെയ്ത് ഉള്ളിലേക്ക് നമ്മളെ കടത്തിവിടും. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ID കാർഡൊക്കെ വെരിഫൈ ചെയ്ത് വളരെ എന്താണ് ഓരോരോ കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് കറക്റ്റ് കുറേ കാര്യങ്ങൾ മാച്ച് ചെയ്ത് നോക്കണം. അത് നമുക്ക് ആധാർ ബേസ്ഡ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബയോമെട്രിക് ഡാറ്റ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് സ്മൂത്ത് എൻട്രി ലഭിക്കും. അപ്പോൾ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ തന്നെ എല്ലാവരും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലാണ് ഉണ്ടായിരിക്കുക അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതാണ് SSCയുടെ പുതിയ വെബ്സൈറ്റാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ചെയ്യാം, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മൊബൈൽ ആപ്പ് ത്രൂ മൈ SSC എന്നുള്ള ആപ്പ് ത്രൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ലോഗിൻ ഓർ രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ലോഗിൻ ഓർ രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് ലോഡായി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാൻ ചോദിക്കും. അതായത് യൂസർ നെയിം അതുപോലെ പാസ്വേഡ് ഇവിടെ കാണിക്കും. അപ്പോൾ ഞാൻ ഇതിൽ ആദ്യമായിട്ട് വരികയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്കിവിടെ കാണാം കണ്ടിന്യൂ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നുണ്ടതാ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യം നമ്മളോട് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഡു യു ഹാവ് എ ആധാർ കാർഡ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആധാർ കാർഡ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് യെസ് എന്ന് വെച്ച് ചെയ്യാം, അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോ എന്ന് വെച്ചിട്ട് ചെയ്യാം. നോ എന്ന് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ യെസ് എന്ന് വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട. ആധാർ നമ്പർ കൊടുക്കുക, നമ്മളെ വെരിഫൈ ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ചെയ്യുകയാണെങ്കിൽ നെയിം പ്രൂഫിന് വേണ്ടി ആധാർ കാർഡോ വോട്ടർ ID അതിലേതെങ്കിലും
ID കൊടുക്കണം, അപ്ലോഡ് ചെയ്യണം. ഇനി അതല്ല ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി നമ്മൾ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇനി അതല്ല അതോടൊപ്പം തന്നെ അഡ്രസ് പ്രൂഫിന് വേണ്ടി ഏതെങ്കിലും ID കാർഡ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഒരു ഫോട്ടോ എക്സ്ട്രാ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ജെൻഡർ പ്രൂഫിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ID കാർഡ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഓരോന്നിനും ഓരോ ഫയലാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് 1 2 3 4 5 ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ആധാർ വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ സ്റ്റെപ്പ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ SSCയുടെ കംപ്ലീറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തിരക്കുകളായതുകൊണ്ടും കുറച്ച് സുഖമില്ലാത്തതുകൊണ്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഞാൻ എന്തായാലും ചെയ്യാൻ പറ്റുന്ന നോക്കട്ടെ, രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ എനിക്ക് ലോഗിൻ ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് മുൻപ് ഉണ്ടാക്കിയ അക്കൗണ്ടാണ്, അത് വാലിഡേറ്റ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനിതിനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നോക്കിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തട്ടെ. കൂടുതൽ കമൻറ്റ് കണ്ടിട്ടില്ല, കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിൽ അത്ര താല്പര്യം കാണിക്കാഞ്ഞത്. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.